അധ്യാപകരെ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ഒരു AI ടൂൾ ഉപയോഗിച്ച് ChatGPT ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ലളിതമായ ഒരു ലെസൺ പ്ലാൻ നിർമ്മിക്കാം എന്നുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ നിർബന്ധമായും കാണേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇത് വെറും ഒരു മാതൃക മാത്രമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ നിലവാരത്തിനനുസരിച്ച് ഇതിൽ വേണ്ടത്ര മാറ്റങ്ങൾ നിങ്ങൾ നിർബന്ധമായും വരുത്തേണ്ടതാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മൾ എടുക്കുന്ന പാഠഭാഗത്തിൻ്റെ ലെസൺ പ്ലാന് ChatGPT ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അതിന് നിങ്ങൾ ജസ്റ്റ് ChatGPT ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങളിവിടെ മെസ്സേജ് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്യുക. ഇപ്പം ഞാൻ ഇവിടെ ഒരു ഉദാഹരണമാണ് കാണിക്കുന്നത്. ഇതിലുള്ള പ്രോംപ്റ്റിൽ നിങ്ങൾക്ക് മാറ്റം വരുത്തിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അനുയോജ്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കേണ്ടതാണ്. ഇതൊരു ഉദാഹരണം മാത്രമാണ് കാണിക്കുന്നത്. കേരള സിലബസിലെ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 1ാമത്തെ അധ്യായമായ പീലിയുടെ ഗ്രാമം എന്ന പാഠത്തിലെ പഠനാസൂത്രണം ഉണ്ടാക്കിത്തരുക. കുട്ടികളുടെ നിലവാരം ശരാശരിയാണ്. പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക. നിങ്ങൾ കണ്ടോ, ഏകദേശം എത്ര പെട്ടെന്നാണ് നമുക്ക് ഉള്ള ഈ ഒരു ലെസൺ പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് തന്നത് എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് PDF ആക്കുക, ഇതുപോലെ തന്നെ പ്രിന്റ് എടുക്കുക, എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം. ആകെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഏറ്റവും മുകളിൽ കൊടുക്കുന്ന മെസ്സേജ് കൃത്യമായിരിക്കണം, നല്ല ക്ലാരിറ്റി ഉള്ളതായിരിക്കണം. ഇത് കുറച്ചും കൂടി കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടും. ഇതിനേക്കാളും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടും. അതിനാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു PDF കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. എന്നാൽ കൃത്യമായിട്ട് അതിൽ വെച്ച് മാത്രം കാര്യങ്ങളെ ഈ ഡാറ്റനെ അനാലിസിസ് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ തരാൻ എളുപ്പമാകും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മുമ്പ് എങ്ങനെയാണ് PDF കട്ട് ചെയ്യുക എന്നുള്ള വീഡിയോ ഞാൻ ഗ്രൂപ്പിൽ അയച്ചത്. ഇതേപോലെ ഈ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ അയച്ചിട്ടുണ്ട്. അതുപോലെ ഈ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അസൈൻമെൻറ്റുകൾ കൊടുക്കണം. ഒരു ക്ലാസ്സിലൊരു 20 പേരുണ്ടെങ്കിൽ 20 പേർക്കുള്ള വ്യത്യസ്ത അസൈൻമെൻറ്റ് ടോപ്പിക്കുകളുമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഉണ്ടാക്കി തരും. അതിനു വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഈ വീഡിയോയിൽ തന്നെ വീണ്ടും എന്ത് ചെയ്യാം, ആ രീതിയിലുള്ളൊരു മെസ്സേജ് കൊടുക്കാം. കേരള സിലബസിലെ സോഷ്യൽ സയൻസിലെ 5ാമത്തെ ക്ലാസിൻ്റെ 1ാമത്തെ പാഠഭാഗമായ പീലിയുടെ ഗ്രാമം എന്ന അധ്യായവുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ക്ലാസ്സിൽ 20 കുട്ടികളുണ്ട്. ആ 20 കുട്ടികൾക്കും കൊടുക്കാൻ പറ്റിയ വ്യത്യസ്ത അസൈൻമെൻറ്റുകളുടെ പേരുകൾ തരുക. ഇത് കണ്ടോ, അസൈൻമെൻറ്റിൻ്റെ വിഷയങ്ങൾ. എൻ്റെ ഗ്രാമത്തിൻ്റെ ഒരു ചിത്രം വരയ്ക്കുക. പീലിയുടെ ഗ്രാമത്തിലെ നമ്മളെ ക്ലാസ്സിൽ ഇപ്പോൾ 20 കുട്ടികളുണ്ടെങ്കിൽ 20 കുട്ടികൾക്കും ആ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട വ്യത്യസ്ത അസൈൻമെൻറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഡെലിഗേറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ കഴിയും. സാധാരണ നമ്മൾ അസൈൻമെൻറ്റുകളൊക്കെ കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു കോമൺ ടോപ്പിക്കാണല്ലോ എല്ലാവർക്കും കൊടുക്കുക. എന്നാൽ നമുക്ക് വേണമെങ്കിൽ ഓരോ കുട്ടിക്കും യോജിച്ച രീതിയിലുള്ള അസൈൻമെൻറ്റുകൾ കൊടുക്കുക. അപ്പോൾ ആ കുട്ടി അസൈൻമെൻറ്റ് എഴുതാനും കുറച്ചും കൂടി ഒരു താല്പര്യം കാണിക്കും.
അപ്പം ആ രീതിയിലും എന്ത് ചെയ്യാൻ കഴിയും, ഇതിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. അപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.